അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. The most respected dignitaries who are present here, dear teachers, parents, my dear students, Assalamu alaikum wa rahmatullah. In the very outset itself, I thank Allah Almighty for giving me this opportunity to be here in this fine evening, because nothing would have been possible without His boundless mercy. എൻ്റെ പ്രിയങ്കരനായ ഗുരുനാഥൻ, എൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ കെ ബാലകൃഷ്ണൻ സാറ് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, സമാൻ, കുറച്ച് നേരത്തേക്ക് ആളുകൾ നമ്മെ വെറുക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ദൈവം നമ്മളോട് ചെയ്യുക എന്ന് നിനക്കറിയുമോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല സാർ. സാർ പറഞ്ഞു, സ്കൂൾ വാർഷികത്തിൻ്റെ ഇനാഗുറേഷന് ക്ഷണിക്കപ്പെടുക എന്നുള്ളതാണ് അത് എന്ന്. തലേന്ന് ഒരു സ്കൂൾ വാർഷിക പരിപാടിയിൽ പങ്കെടുത്ത് വന്ന സാറിൻ്റെ പ്രതികരണം എപ്പോഴും ഇത്തരം വാർഷികങ്ങൾക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ എനിക്കുണ്ടാവാറുണ്ട്. അതിനാൽ ഐ ആം ലിറ്റിൽ ബിറ്റ് റിലക്റ്റൻറ്റ് ടു ആക്സെപ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ഇൻവിറ്റേഷൻസ് നോർമലി. പക്ഷേ ICT പഠനയിൽ നിന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ I have my own reasons to accept these invitation. സാധാരണ സ്കൂൾ വാർഷിക പരിപാടികൾ കാണുന്ന ഒരാളും ഇവിടെ നേരത്തെ ഹാരിസ് സാർ പറഞ്ഞു, ഇവിടെ ഗ്രൂപ്പ് പരിപാടികളാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന്. ഞാൻ ഓർത്തത് വർഷങ്ങൾക്ക് മുമ്പ് 2008 എൻ്റെ മകനെ ഞാൻ അലിഗഡിൽ PhD ചെയ്യുന്ന സമയത്ത് അവിടെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടു ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ മാം ഞങ്ങളുടെ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട കണ്ടീഷനുകളിലൊന്ന്, സ്കൂളിൻ്റെ പോളിസിയായി അവർ നമ്മളോട് പറഞ്ഞത്, there won't be any individual program for your child during school anniversaries or any of the school programs. ഞങ്ങൾ ഗ്രൂപ്പ് ഐറ്റംസ് മാത്രമാണ് ഞങ്ങളിവിടെ നടത്താറുള്ളത്. അതിൻ്റെ പേരിൽ പിന്നീട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതായിരുന്നു ഒരു കണ്ടീഷനായി അന്ന് പറഞ്ഞത്. ഇവിടെ ഹാരിസാറും ആ കാര്യം ആവർത്തിച്ചു, ഇവിടെ ഗ്രൂപ്പ് പരിപാടികളാണ് നടക്കുന്നത് എന്ന്. ഞാൻ മനസ്സിലാക്കുന്നു, സംഘാടകരെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നതൊക്കെ ഗ്രൂപ്പ് പരിപാടിയാണ്. പക്ഷേ കാണുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചും അത് ഗ്രൂപ്പ് പരിപാടിയല്ല. അവരെ സംബന്ധിച്ച് ഇവിടെ 16 കുട്ടികൾ വരെ അണിനിരന്ന പ്രോഗ്രാമുകൾ, ഞാൻ എണ്ണിയതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അണിനിരന്ന എണ്ണം അതാണെന്ന് തോന്നുന്നു, ഇഫ് മൈ മെമ്മറി കറക്റ്റ്സ് മീ. ആ 16 പേരുടെ പരിപാടി കാണുന്ന രക്ഷിതാവും അവിടെ നിന്ന് കാണുന്നത് സ്വന്തം കുട്ടിയുടെ ഒരു പരിപാടിയാണ്. അതിനാൽ സ്കൂൾ വാർഷികങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഗ്രൂപ്പാവുകയും എന്നാൽ കാണുമ്പോഴും വീക്ഷിക്കുമ്പോഴും ഇൻഡിവിജ്വലാവുകയും ചെയ്യുന്ന ഒരു അപൂർവ സൗന്ദര്യം ഇത്തരം പരിപാടികളിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ത് എന്ന് ICT പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഉത്തരം വളരെ കൃത്യമാണ്. ജീവിതത്തിൻ്റെ നിത്യമായ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഗേഹമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന പടച്ചവനാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം എന്നാണ് പടച്ചവൻ നമ്മോട് പറയുന്നത്. അള്ളാഹു നിങ്ങളെ സമാധാനത്തിൻ്റെ നിത്യമായ ഗേഹത്തിലേക്ക് ക്ഷണിക്കുന്നു.
പക്ഷെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിപരമായ മോക്ഷത്തിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നാം ഒറ്റക്കല്ല. മറിച്ച് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മളുടെ റോളുകൾ എങ്ങനെ നിർവഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യമായ സന്തോഷത്തെയും സമാധാനത്തെയും വിജയത്തെയും സംബന്ധിച്ച സങ്കല്പം നിലകൊള്ളുന്നത് എന്ന പാഠമാണ് ICT പോലുള്ള, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അസംഖ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം. അതിന് സഹായകമായ രീതിയിലുള്ള പങ്ക് വഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റുകളുടെയും ഒക്കെ ഉത്തരവാദിത്തം എന്ന് നാം മനസ്സിലാക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു കാര്യം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-30 വർഷത്തിനുള്ളിൽ ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റമാണ്. സാധാരണയായി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് PTA മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന വേദികളായിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുക. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിലും വളരെ കണിശതയോടുകൂടി ഞാൻ പാലിച്ചു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ മക്കളുടെ പാരൻസ് മീറ്റിങ്ങിനും ഓപ്പൺ ഹൗസിനും നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. പക്ഷെ അതേക്കുറിച്ചൊരു പുനരാലോചന ആവശ്യമുണ്ടോ എന്ന് അടുത്ത കാലത്തായി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചെറിയ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഓപ്പൺ ഹൗസിന് പോയ സമയത്ത് അവിടെ ഞാനങ്ങ് സ്കൂളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ പരിചയക്കാരായ 2-3 സ്കൂൾ അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരുമായ ആളുകളുണ്ട് പുറത്തങ്ങനെ നിൽക്കുന്നു. അവർ ഈ ചെറിയ കുട്ടികളെ ചായ കൊടുത്തും ബിസ്ക്കറ്റ് കൊടുത്തുമൊക്കെ അവരെ കളിപ്പിച്ചു കൊണ്ടുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ തിരിച്ചാണ് കാണാറുള്ളത്. ഉമ്മമാരാണ് സാധാരണ ഈ റോളുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓപ്പൺ ഹൗസിന് വന്നിട്ട്? അപ്പോൾ എൻ്റെ പരിചയക്കാരനെ ഒരാൾ പറഞ്ഞു, അല്ല അവൾ പോയിട്ടുണ്ട് അങ്ങോട്ട്, ഭാര്യ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. എന്തായിരുന്നു ആ പറച്ചിലിൻ്റെ കാരണം എന്നുള്ളത് എനിക്ക് ആ ഹാളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സാധാരണ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ഉള്ള വിധത്തിൽ ഓരോ ക്ലാസ് ടീച്ചറുടെ ചുറ്റും ഉമ്മമാരെങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നതിനാൽ അങ്ങോട്ട് എങ്ങനെയാണ് ആക്സസ് കിട്ടുക എന്ന് ശങ്കിച്ച് കുറേ സമയം നിന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞത്. വളരെ പോസിറ്റീവായ ഒരു ട്രെൻഡാണത്. പക്ഷേ ആ ട്രെൻഡിന് നെഗറ്റീവായൊരു മറുവശം കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വീടുകളിലെ ഭരണനിർവഹണങ്ങളിൽ ആഭ്യന്തരം, ധനകാര്യം, വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ വീട്ടിലെ വകുപ്പുകൾ ഇങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉമ്മക്കും ഉപ്പക്കും ഇടയിൽ വിഭജിക്കപ്പെടുമ്പോൾ മിക്കവാറും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടുത്ത കാലത്തായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉമ്മമാരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായി പോകുന്നുവോ എന്ന് നമ്മൾ സംശയിക്കുന്നു എന്നാണ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ അനുഭവം. ഇവിടെ ഇന്ന് എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന, എൻ്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാർക്ക് എനിക്ക് തരാനുള്ള ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് നിർബന്ധമായും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളുടെ മക്കൾ ഏത് ക്ലാസ്സിൽ, ഏത് ഡിവിഷനിൽ പഠിക്കുന്നു എന്നുള്ളത് തെറ്റുകൂടാതെ പറയാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യവും ആ ചോദ്യത്തിനൊരു ഉത്തരവും കിട്ടിയതിന് ശേഷമേ ഇന്ന് നിങ്ങൾ ഉറങ്ങാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ് പോലും ശരിയായി 100% പേരും പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് കേവലം ഉമ്മക്ക് മാത്രം സബ് കോൺട്രാക്റ്റ് കൊടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ തിരിച്ച് ബാപ്പയ്ക്ക് മാത്രം സബ് കോൺട്രാക്റ്റ് കൊടുക്കേണ്ടുന്ന ഒരു ഏർപ്പാടല്ല. പടച്ചവൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനായി, പടച്ചവന് വേണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കാനായി മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്യാമായിരുന്നു പടച്ചവന്. അതിനൊരു ആണും പെണ്ണും വേണം, അവരിണകളായി ജീവിക്കണം. അതിൽ നിന്നാണ് അടുത്ത തലമുറയുണ്ടാവേണ്ടത്, സന്തതികൾ ഉണ്ടാവേണ്ടത് എന്ന് തീരുമാനിച്ചതിൻ്റെ പിറകിലുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിലും കുട്ടികളുടെ വളർച്ചയിലും രക്ഷിതാക്കൾക്ക് 2 പേർക്കും തുല്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്.
ഉപ്പയ്ക്കൊരിക്കലും ഉമ്മയാവാനോ ഉമ്മയ്ക്കൊരിക്കലും ഉപ്പയാവാനോ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ അധ്യാപകരിൽ 90% എന്ന് പറയാവുന്ന വിധം സ്ത്രീകളായ ആളുകളാണുള്ളത്. തീർച്ചയായും വളരെ മഹിതമായ ഒരു സേവനമാണ് നമ്മുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സ്, പ്രത്യേകിച്ചും ലേഡി ടീച്ചേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ, അവരുടെ കൗമാരത്തിൻ്റെ ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഹൈസ്കൂൾ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവർക്ക് മുതിർന്ന ആളുകളുടെ ജീവിത പരിസരം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സ്കൂളുകളിൽ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകരിലുള്ള ആൺ സാന്നിധ്യത്തിൻ്റെ കുറവ് ഒരു പ്രശ്നമാകില്ലേ എന്നുള്ള ഒരാലോചന നമ്മൾ ഈയിടെയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ നിന്നുള്ള ആ കുറവ് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ കുട്ടികളുടെ വളർച്ചയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എത്ര കൗതുകത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികളുടെ പ്രകടനങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ കൗതുകത്തോടുകൂടി 10 വർഷത്തിന് ശേഷം, 15 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷവും നമ്മളുടെ കുട്ടികളുടെ ജീവിതങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ജീവിതമെന്നത് കളിയും തമാശയും മാത്രമല്ല, അതൊരു ഗൗരവതരമായ കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മക്കിൻസി എന്ന് പറയുന്ന ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയുണ്ട്. അവരുടെ ഒരു പഠനം അടുത്ത കാലത്ത് ഞാൻ വായിക്കാനിടയായി. സാധാരണയായി രക്ഷിതാക്കൾ കൂടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക, എന്താണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്നുള്ള ഒരു ചോദ്യം, ഒരു ആധി, ഒരു വിഷമം എപ്പോഴും രക്ഷിതാക്കൾ പരസ്പരം പങ്കുവെക്കുന്നതായി കാണാൻ കഴിയുന്നു. പക്ഷെ മക്കിൻസിയുടെ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം എനിക്ക് വളരെ ഒരു സന്തോഷമാണ് യഥാർത്ഥത്തിൽ പുതിയ തലമുറയെക്കുറിച്ച് അവരുടെ ചില ഒബ്സർവേഷനുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. മക്കിൻസി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യു ഷുഡ് നോട്ട് കോൾ ദം ന്യൂ ജെൻ, ഇൻസ്റ്റെഡ് യു ഷുഡ് കോൾ ദം ട്രൂ ജെൻ, ബിക്കോസ് ദേ ആർ ദ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത്. ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ച് കുറേ കൂടി സത്യസന്ധരാണ് എന്നുള്ളതാണ് മക്കിൻസി പറയുന്ന ഒരു കാര്യം. നമ്മുടെ മക്കളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാകും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയുടെ സത്യസന്ധത ഒരൽപ്പം കൂടുതലാണ്. നമ്മളൊക്കെ വളർന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരുപക്ഷെ രക്ഷിതാക്കളോട് നമ്മൾ ചോദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ധൈര്യപ്പെടാതിരുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിൽ എടുത്തിടുന്നത്. ആ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു ഇമേജ് ബേസ്ഡ് ജനറേഷനാണ്. ഇമേജ് ബേസ്ഡ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരോട് നിങ്ങൾ ഉപദേശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഉപദേശവും അവിടെ ഫലപ്രദമാവുകയില്ല. അവിടെ നോ ഓഡിയോ ഫയൽ വിൽ വർക്ക് ദർ. ഇൻസ്റ്റെഡ് യു വിൽ ഹാവ് ടു ഷോ ദം സം ഇമേജ് ഫയൽ ഓർ എ വീഡിയോ ഫയൽ. അതിനാൽ ജീവിതത്തിൽ അവരെന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ജീവിത മാതൃകകൾ നമ്മൾക്കുണ്ടാവുക എന്നുള്ളത് വളരെ മുഖ്യമായ ഒരു സംഗതിയാണ്. കാരണം ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മുടെ നാടും ലോകവും ഒക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. മക്കളെ സംബന്ധിച്ച, പേരക്കുട്ടികളെ സംബന്ധിച്ച നമ്മൾക്കുള്ള ഏറ്റവും വലിയ ആധി എന്ന് പറയുന്നത്, പടച്ചവനെ ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഒരുപാട് കാലം നന്നായി ജീവിച്ചു, ഞങ്ങൾ ഒരു നെഹ്റുവിയൻ ഇന്ത്യയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്, പക്ഷേ ഞങ്ങളുടെ മക്കൾ ജീവിക്കാൻ പോകുന്ന, ഞങ്ങളുടെ പേരക്കുട്ടികൾ ജീവിക്കാൻ പോകുന്ന ഈ നാടിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരു ആധിയാണ്. അതിനാൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് കിട്ടിയതിനേക്കാൾ മികച്ച ഒരു നാട്, മികച്ച ഒരു ഇന്ത്യ, മികച്ച ഒരു ലോകം നമുക്ക് നമ്മുടെ വരും തലമുറക്ക്, നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും നൽകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അതിനു വേണ്ട പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം.
അക്ബർ ഇലാഹാബാദിയുടെ ഒരു കവിതയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ഒരു കവിതയുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ജനിച്ചു, BA കിട്ടി, ജോലി കിട്ടി, ശമ്പളം വാങ്ങി, മരിച്ചുപോയി. ഇതാണ് ആ കവിത. എന്താണ് ജീവിതം എന്ന് നമ്മെ ആലോചിപ്പിക്കുന്ന ഒരു കവിതയുടെ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജീവിതത്തെക്കുറിച്ച് ഗൗരവമായ ആലോചനകളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം. നേരത്തെ ഹാരിസ് സാഹിബ് ഇവിടെ അശറത്തുൽ മുബശ്ശിരീങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത്ഭുതകരമാണ് അവരുടെ കഥ, 10 പേരുടെ കഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് ഈ 10 പേരെ മാത്രമല്ല, അതിനപ്പുറത്തും ഒരുപാട് ആളുകളോട് സ്വർഗത്തിൽ നീ ഉണ്ടാവും എൻ്റെ കൂടെ, സ്വർഗത്തിൽ നിൻ്റെ പാദപതനം ഞാൻ കേട്ടു, സ്വർഗത്തിൽ എൻ്റെ അടുത്ത വീട്ടിൽ നീ താമസിക്കുമെന്നൊക്കെ പ്രവാചകൻ നടത്തുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ, പ്രവാചകൻ്റെ ഒരുപാട് പ്രൊഫസീസ് നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് അശറത്തുൽ മുബശ്ശിരീങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി? എന്തുകൊണ്ട് പ്രവാചകൻ അവരെ ഹാൻഡ് പിക്ക് ചെയ്തു, ഓരോരുത്തരെയായി ഹാൻഡ് പിക്ക് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് ചരിത്രത്തിലെ വളരെ സങ്കീർണമെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഘട്ടങ്ങളിൽ അവർ നിർവഹിച്ച ചില പങ്കുകളാണ് അവരുടെ ജീവിതങ്ങളെ വളരെ പ്രധാനപ്പെട്ടതാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അശറത്തുൽ മുബശ്ശിരീങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവർക്കും അവരുടെ 10 പേരുടെ പേരുകളും നമുക്ക് പറയാൻ കഴിഞ്ഞേക്കും. പക്ഷെ ചരിത്രത്തിൽ വലിയ വലിയ റോളുകൾ നിർവഹിക്കാൻ നമ്മൾക്ക് ആളുകളുടെ പേരുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതം ഒരുപക്ഷെ ചെറുതെന്ന് തോന്നുന്ന പ്രവർത്തനമാണെങ്കിൽ പോലും ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള സ്വാധീനങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാലം എക്കാലത്തും നിങ്ങളെ, ചരിത്രം എക്കാലത്തും നിങ്ങളെ അനുസ്മരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേരുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ സ്ത്രീയുടെ പേര് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ലോകം കഴിഞ്ഞ 1400 കൊല്ലമായി ആ സ്ത്രീയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തലമുറകളിലേക്ക് ആ കഥ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നു. ചെറുതെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്ത് വലിയ വലിയ ഇമ്പാക്റ്റുകൾ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും എന്ന ചരിത്രം നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ അറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ കഥ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് പേരുള്ള, അഡ്രസ്സുള്ള, കുടുംബ പാരമ്പര്യമുള്ള നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വലിയ വെറുപ്പിൻ്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വെറുപ്പിൻ്റെ അന്തരീക്ഷം മാറേണ്ടതുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇപ്രാവശ്യത്തെ ICTയുടെ വാർഷികത്തിന് അവർ സെയിൽ എന്ന് പറയുന്നതിൻ്റെ താഴെ അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നും ശൂന്യതയിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വളരെ കാര്യഗൗരവത്തിൽ തന്നെ ആലോചിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ വളരെ സ്വാഭാവികതയിൽ ജീവിതം നയിച്ചിരുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെറുപ്പിൻ്റെ വിഷവിത്തുകൾ ആഴത്തിൽ വിതക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം പാരസ്പര്യത്തിൻ്റെ, ബഹുസ്വരതയുടെ സന്ദേശങ്ങൾ പകർന്നുകൊണ്ടിരിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഉച്ചത്തിൽ, ഉയർന്ന ശബ്ദത്തിൽ അത് പറയുക എന്നുള്ളതിനേക്കാൾ വലിയ എന്ത് ദൈവിക പ്രവർത്തനമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് കൂടി ഈ വാർഷികം നമ്മളെ ആലോചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വരും തലമുറയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളെക്കുറിച്ച് ആലോചിക്കുന്നത്, കുട്ടികളുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് 10 വയസ്സിന് ശേഷമാണ്. സാധാരണ ഞാൻ രക്ഷിതാക്കളുടെയൊക്കെ ചെറിയ സദസ്സുകൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും അന്യരുടെ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ മറ്റുള്ളവരുടെ കുട്ടികളെക്കുറിച്ച് ആ കുട്ടി അങ്ങനെ ആയിപ്പോയത് നിങ്ങൾ വളർത്തുദോഷം കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളങ്ങനെ പാസിങ് കമൻസ് പറയും, ആ വളർത്തിയതിൽ ശരിയായില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ, കരുതുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അവർക്കില്ല, അല്ലെങ്കിൽ അത്തരം കുട്ടികളെ വളർത്തിയ പരിചയം അവർക്കില്ല എന്നുള്ളതാണ്. കാരണം കുട്ടികൾ ചെറിയ പ്രായത്തിൽ
നഴ്സറി പ്രായത്തിലോ പ്രൈമറി പ്രായത്തിലോ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവൻ അവർ അനുസരിക്കുമ്പോൾ നമ്മുടെ ഡിക്റ്റേറ്റ്സ് എല്ലാം യാതൊരു തടസ്സവും കൂടാതെ അവരനുസരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലവും കഴിഞ്ഞു പോവുക എന്ന്. പക്ഷേ 10 വയസ്സിന് ശേഷം കുട്ടികൾ ഹൈസ്കൂൾ പ്രായത്തിലെത്തുന്ന സമയത്ത് സ്വന്തമായ അഭിപ്രായങ്ങൾ അവർ രൂപീകരിക്കാൻ തുടങ്ങുമ്പോൾ, അവർ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് അവർ മറുത്ത് പറയാൻ തുടങ്ങുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ചിലപ്പോൾ സ്വകാര്യം പറയേണ്ടി വരും, എന്താ മകൻ ഇങ്ങനെ, മകൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളത്. മകനോ മകൾക്കോ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ വളരുകയാണ് അല്ലേ. ഞാൻ വളരുകയല്ലേ മമ്മി എന്ന് പറയുന്ന ഒരു പരസ്യവാചകമുണ്ടല്ലോ പഴയ. അവർ വളരുന്നതിൻ്റെ സ്വാഭാവികമായ ഒരു ഫലമാണ്, ഒരു സ്വാധീനമാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരുന്ന പ്രായത്തിലും അവർക്ക് ഇതെൻ്റെ ബാപ്പയാണ്, ഇതെൻ്റെ ഉമ്മയാണ്, ഈ സമൂഹത്തോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന തോന്നൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് കതിരിന് വളമിടുന്നത് പോലെ എപ്പോഴെങ്കിലും മുതിർന്നതിന് ശേഷം കൊടുക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ അവരുടെ സ്വഭാവ ശീലങ്ങളുടെ വളർച്ചയുടെ പ്രായത്തിൽ താരിഖ് സുബൈദാൻ എന്ന് പറയുന്ന ലോകത്തിലെ അറിയപ്പെടുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധൻ പറയുന്നത്, കുട്ടികളെ യഥാർത്ഥത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രായമെന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം ആണ് എന്നാണ്. നമുക്കറിയാം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട്, അതിന് സൈക്കോളജി ക്ലാസ്സുകൾ കേൾക്കേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കുട്ടികളുടെ ക്യാരക്ടർ മോൾഡിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് അവരുടെ 10 വയസ്സ് വരെയുള്ള പ്രായത്തിൽ തന്നെ അവരിൽ ഉണ്ടായിത്തീരുന്നു എന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായ രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. 10 വയസ്സിന് ശേഷം നമസ്കാരം നിർബന്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് കുട്ടികളിൽ ആ പ്രായത്തിൽ ഞങ്ങൾ പ്രായപൂർത്തിയിലേക്ക് അടുക്കുകയാണ് എന്ന ഒരു ബോധം കുട്ടികൾക്കുണ്ടാകണം എന്ന ഒരർത്ഥത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ ആത്മീയമായ വളർച്ചയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥനകളുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകൾ, റബ്ബിജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം ജീവിതത്തിന് ഒരലകും പിടിയുമുണ്ടാവുക എന്നുള്ളത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമസ്കാരം ആ ജീവിതത്തിലുണ്ടായിരിക്കണം. നമസ്കാരം ഒരു ജീവിതത്തിലില്ലേ എങ്കിൽ ആ ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒന്നായി മാറും. അതിനാൽ എന്നെ ഈ നമസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണമേ, എന്നെ മാത്രമല്ല എൻ്റെ സന്തതികളെയും. ഇബ്രാഹിം നബി നടത്തുന്ന അടുത്തൊരു പ്രാർത്ഥന, റബ്ബിജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ ഒരു ശാന്തതയുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു നാടാക്കി മാറ്റണമേ, പ്രദേശമാക്കി മാറ്റണമേ. 2025 ഇന്ത്യയിൽ നിന്നുകൊണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം വെറുപ്പിൻ്റെ അന്തരീക്ഷം ഇങ്ങനെ കാണുന്നിടത്ത് മുഴുവൻ നേരത്തെ മനസ്സിൽ തോന്നിയിരുന്ന കാര്യങ്ങൾ പരസ്യമായി പറയുകയും അത് വെറുപ്പിൻ്റെ ആധാരമാക്കുകയും ചെയ്യുന്നൊരു സമയത്ത് എവിടെയാണ് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ബഹുസ്വരതയുടെ മൂല്യങ്ങളെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നാടിനെ സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫലങ്ങൾ നൽകണമേ, കായ്ക്കനികൾ നൽകണമേ എന്ന്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നിങ്ങളൊരു ദരിദ്ര രാജ്യമായി കാണുന്നുണ്ടാവാം. അത് വെറുതെ ദരിദ്രമായി തീർന്നതല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യമായിരുന്നില്ല. ഔറംഗസീബ് ആലംഗീർ ഭരണം അവസാനിപ്പിക്കുന്ന സമയം ലോകത്തിലെ GDPയുടെ 27% സംഭാവന ചെയ്യുന്ന സമ്പന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളിലെ സുഹൃത്തുക്കളിൽ നല്ലൊരു ശതമാനം വരുന്നത് മുർഷിദാബാദ് ജില്ലയിലാണ്. ഇന്നത്തെ മുർഷിദാബാദ് ആയിരുന്നില്ല അന്ന് സിറാജ് ദൗല പരാജയപ്പെടുന്ന സമയത്തുള്ള മുർഷിദാബാദ് എന്ന് നമ്മൾ അറിയണം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായിരുന്നു. ഇങ്ങനെ സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യയെ 190 കൊല്ലത്തെ ഭരണമെന്നല്ലാതിനെ പറയാം, കൊള്ള കൊണ്ട് ഈ നാടിനെ ദരിദ്രമായ രാജ്യമാക്കി മാറ്റി. 1947 ബ്രിട്ടീഷുകാർ ഇവിടെ വിടുമ്പോൾ ലോക GDPയുടെ 4% മാത്രമാണ് ഇത്രയും ജനസംഖ്യയുള്ള ഈ നാട് സംഭാവന ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. അതിനാൽ ഈ നാട് സമ്പന്നമായ രാജ്യമായിരുന്നു എന്നുള്ളത് ഏതോ പുരാതന കാലത്തെ 5000 കൊല്ലം മുമ്പത്തെ കഥയെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. പകരം നമ്മുടെയൊക്കെ അനുഭവത്തിൽ 150-200 കൊല്ലം മുമ്പ് നമ്മുടെ നാടങ്ങനെയായിരുന്നെങ്കിൽ ആ നാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ
ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ജനസംഖ്യയുടെ 40% ആളുകൾ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ, വർക്ക് ഫോഴ്സ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ള ആളുകൾ ഈ നാട്ടിലാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്, അവരെ പടച്ചവൻ പറയുന്നത് അനുസരിച്ച് ലോകത്തെ കാണുന്ന ഒരു ലോകവീക്ഷണത്തോടു കൂടി വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളത്, ഈ പ്രപഞ്ചം മുഴുവൻ ഏകനായ നാഥൻ്റെ സൃഷ്ടിയാണ് എന്ന ബോധത്തോടുകൂടി അവിടെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത്, ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന ബോധത്തിൽ പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഈ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി എന്താണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ICT പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ അറിയേണ്ടത്. സ്കൂളുകൾ, നാടുകളിലൊക്കെ ഒരുപാട് സ്കൂളുകൾ ഉണ്ടാകാം. പിന്നെ രക്ഷിതാക്കളോട് വളരെ കാര്യഗൗരവത്തിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യം, പലപ്പോഴും രക്ഷിതാക്കൾ 7ാം ക്ലാസ്സിന് ശേഷം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ചേർക്കാറുണ്ട്. അപകടകരമായ അത്തരം കളിക്ക് നിങ്ങൾ നിൽക്കരുത്. കാരണം കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നത് പോലെ 7ഓ 8ഓ മക്കളുണ്ടായി, എന്നാൽ 2 പേർ വേണമെങ്കിൽ അങ്ങനെയും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ മാത്രം മക്കൾ ഇന്ന് നമ്മൾക്കില്ല. 2 മക്കൾ, 3 മക്കളൊക്കെയാണ്. 4 എന്ന് പറയുന്നത് പോലും അപവാദമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഈ കുട്ടികളെ അവർ പിയർ ഗ്രൂപ്പിൻ്റെ, അവരുടെ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസിൽ പെടാൻ കൂടുതൽ ചാൻസുള്ള ഹൈസ്കൂൾ പ്രായത്തിൽ ഉത്തരവാദിത്തമേതുമില്ലാതെ എങ്ങനെയാണ് കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നറിയാതെ, വല്ലതും പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, ആണ് എന്നതും പെണ്ണ് എന്നതും നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് എന്ന ഭ്രാന്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, പ്രകൃതി വിരുദ്ധത കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളറിയണം. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ റിവൈസ് ചെയ്ത കരിക്കുലത്തിൽ പോലും ജെൻഡർ എന്ന് പറയുന്നത്, ആണെന്നും പെണ്ണെന്നുമുള്ള ബോധമെന്ന് പറയുന്നത് നമ്മളുടെ തോന്നലാണ് എന്നുള്ള അർത്ഥത്തിലാണ് പഠനങ്ങൾ കുട്ടികൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പുതിയ തലമുറ ആൺ പെൺ വ്യത്യാസമന്യേ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലുമൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അവരവരുടെ സ്കൂളുകളിൽ, ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എൻ്റെ നാട്ടിൽ പറയുന്ന ഒരു നാടൻ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. സാധാരണ അമ്മിയാവുക എന്നൊരു പ്രയോഗമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അമ്മിയാവുക, കാരണം തറവാടുകളിലൊക്കെ നമ്മൾ അമ്മി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അമ്മിയുടെ മുകൾ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. പക്ഷെ തറവാടുകളിലൊക്കെയുള്ള കാലങ്ങളായി ഉപയോഗിക്കുന്ന അമ്മിയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് കോൺകേവായ സർഫസാണ് നമുക്കതിന് കാണാൻ കഴിയുക. എവിടെ പോയി ഈ അമ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും 3 നേരം വെച്ചിട്ട് ഉളി വെച്ച് ഇങ്ങനെ അമ്മിയുടെ ഭാഗങ്ങളിങ്ങനെ കുറേശ്ശെ ചെത്തിയെടുത്ത് അത് നേരെ വായിലാക്കിയതല്ല. മറിച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ ആ അമ്മി വെച്ച് നമ്മൾ അരച്ച അരിയുടെ കൂടെ, തേങ്ങയുടെ കൂടെ അല്പാൽപമായി അമ്മി ഇങ്ങനെ തലമുറകളുടെ വയറ്റിലായി പോയതുകൊണ്ടാണ് അമ്മിയുടെ ഷെയ്പ്പ് ഇങ്ങനെ ആയിട്ടുള്ളത് എന്ന് നമ്മളറിയണം. ഏത് വിദ്യാഭ്യാസ സ്ഥാപനവും അത് മുന്നിൽ വെക്കുന്ന ഒരു ജീവിത വീക്ഷണമുണ്ട്, ജീവിതത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. ആ ജീവിത സങ്കല്പം എന്ന് പറയുന്നത് പീരീഡായി മാത്രം നടത്തുന്നതല്ല. ഇവിടെ ഒരുപക്ഷെ ആഴ്ചയിൽ 6 പീരീഡോ 8 പീരീഡോ നടക്കുന്ന മോറൽ സ്റ്റഡീസ് കോണ്ടൻ്റ് അല്ല ICT പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം നിങ്ങളുടെ കുട്ടികളെ ദിവസം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സമയം അവർ പഠിപ്പിക്കപ്പെടുന്ന മൂല്യത്തിനനുസൃതമായി, അതെല്ലാം പെർഫെക്റ്റാണ് എന്നൊന്നും അവകാശവാദം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ താരതമ്യേന മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം, നന്നെ ചുരുങ്ങിയത് തെറിവാക്കുകൾ തെറിവാക്കാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മളുടെ കുട്ടികളെ 8 മണിക്കൂർ സമയം ഇവിടുത്തെ അധ്യാപകരും ഈ സ്ഥാപനാധികൃതരും സേവിക്കുന്നു എന്നതിനേക്കാൾ വലിയ എന്ത് സേവനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുക എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനാൽ മതപഠനം പൂർത്തിയായി അത് അനുഷ്ഠാനങ്ങളും നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ പഠിച്ച സ്ഥിതിക്ക്, ഞാൻ മുമ്പ് 6ാം ക്ലാസ്സിലൊക്കെയാണല്ലോ പഠിച്ചത്, എന്നിട്ടെൻ്റെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതിനാൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലേക്ക് മാറ്റിച്ചേർക്കാം. നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന പരീക്ഷകളിലെ ഫുൾ A+ മാത്രമാണ് നിങ്ങളുടെ കുട്ടിയെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ലക്ഷ്യമെങ്കിൽ നിങ്ങളെ ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷെ നമ്മളത് മാത്രമല്ലല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇരുലോകത്തും വിജയിക്കാൻ കഴിയണം. ഇരുലോകമെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലോകം തന്നെയാണ്. നമ്മളത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ്
ഇഹലോകം പരലോകം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വിഭജിക്കുന്നത്. മറിച്ച് ജീവിതത്തിൻ്റെ അന്തിമമായ വിജയത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ വളരെ പ്രധാനപ്പെട്ട പ്രായത്തിൽ ഇത്തരം വലിയൊരു സാഹചര്യം, നല്ലൊരു സാഹചര്യം കൊടുക്കാൻ അവർക്ക് കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുട്ടികളുടെ കരിയർ, അതിൽ കൂടെ നമ്മളുടെ ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികൾ എങ്ങനെയെങ്കിലും അങ്ങ് പഠിച്ചുകൊള്ളും, എവിടെയെങ്കിലും എത്തിക്കൊള്ളും എന്നുള്ളതല്ല സാഹചര്യം. കേരളത്തിലെ ഒരു ആവറേജ് രക്ഷിതാവിനോട് എന്താണ് കുട്ടിയെ സംബന്ധിച്ച സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. അതൊരു തെറ്റല്ല. നേരത്തെ ഹാരിസ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രവർത്തനം കുട്ടിക്ക് നടത്താൻ കഴിയണം. കുട്ടിക്ക് നമുക്കുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളവും മെച്ചപ്പെട്ട ജീവിതാവസ്ഥയും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. പക്ഷേ കോമ്പറ്റീഷൻ്റെ ഈ ലോകത്ത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നമ്മളറിയണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് UG നീറ്റ് എന്ന് പറയുന്ന MBBSന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടേണ്ടുന്ന പ്രവേശന പരീക്ഷ എഴുതിയത് കഴിഞ്ഞ കൊല്ലം 2024 അത് 24 ലക്ഷം കുട്ടികളാണ്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം അത് 22 ലക്ഷം കുട്ടികളാണ്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം 20 ലക്ഷം കുട്ടികളാണ്. ഓരോ വർഷവും UG നീറ്റിൻ്റെ കാര്യത്തിൽ 2 ലക്ഷം കുട്ടികൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ 24 ലക്ഷത്തിൽ 50,000 കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുക. സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് 1,05,000 വരും. പക്ഷേ എത്ര രക്ഷിതാക്കൾക്കാണത്? എത്രമാത്രം മികച്ചൊരു സാമ്പത്തിക പ്രവർത്തനമാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ MBBS എന്നുള്ളത് വേറെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ JEE പരീക്ഷ മെയിൻസ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത് 14 ലക്ഷം കുട്ടികളാണ്. അതിൽ 16,000 കുട്ടികൾക്കാണ് ഏതെങ്കിലും ഒരു IITയിൽ അഡ്മിഷൻ കിട്ടുക. 14 ലക്ഷത്തിൽ 16,000 പെടുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ കേക്ക് വാക്ക്. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ ഇവിടെയൊക്കെ നടത്തി വരുന്നത് പോലുള്ള IECയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നടത്തി വരുന്നത് പോലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളിലൂടെ കുട്ടികൾ കഴിഞ്ഞു വരുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ അവർക്ക് കഴിയുക. നിങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവരെല്ലാം പഠിച്ചത് വളരെ മികച്ച സ്ഥാപനങ്ങളിലാണ് എന്നുള്ളതാണ്. എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ICTയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിക്കുക. ഇന്നും ഹാരിസ് സാഹിബ് എന്നോട് പറഞ്ഞു, 50 കുട്ടികളെയെങ്കിലും ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്സലൻസിൽ എത്തിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതിനുള്ള ചില പ്ലാനുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനു വേണ്ട സഹായങ്ങളാണ് IECയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരമൊരു വിഷനോട് കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ നമ്മളുടെ കുട്ടികളെ പറഞ്ഞയക്കുകയും അവരുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ നടക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്തവൈബിൽപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ മക്കൾ പറഞ്ഞു തുടങ്ങുന്നിടത്ത് നിങ്ങളും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവസാനിച്ചു പോകുന്നു എന്നാണ്. അത് അവസാനിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ തന്തവൈബിൽപ്പെട്ടവരാണ് എന്ന് അവർ പറയാതിരിക്കണമെങ്കിൽ, എന്താണ് അവർ പഠിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് അവരുടെ കൂടെ തന്നെ നടക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ. ബാംഗ്ലൂർ ഡേയ്സിലെ സാധാരണ ഒരു ഡയലോഗ് നമ്മൾ പറയാറുണ്ടല്ലോ, മുന്നിലോ പിന്നിലോ നടക്കാനല്ലേ എനിക്കിഷ്ടം, കൂടെ നടക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ മക്കളുടെ കൂടെ നടക്കുക, നമ്മളവരെ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളവരെ പഠിപ്പിക്കുന്നു, അവർ നമ്മളെയും ചിലത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളറിയണം. അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് അവസാനം സന്തോഷകരമായ വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുക എന്നുള്ളത് നമ്മൾ അറിയണം. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനായുള്ള പ്രാർത്ഥനകൾ കൂടി നമ്മുടെ കൂടെ വേണം. സ്ഥാപനത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ കൂടി നമ്മൾക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മക്കളെ ചൊല്ലി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നതാണ് അന്തിമമായി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. കാരണം ഏതെങ്കിലും ഒരു രക്ഷിതാവ്, ഏതെങ്കിലും ഒരു പിതാവ് മക്കളെ ചൊല്ലി സങ്കടക്കടലിൽ ആണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഉപമയുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാക്കൂബ് നബിയുടെ ഉപമ, അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാ, എൻ്റെ ഈ സങ്കടം, എൻ്റെ ഖേദം, ദുഃഖം അത് ഞാൻ പടച്ചവനിലേക്ക് മടക്കുകയാണ് എന്ന് പറയാൻ മാത്രം നിരാശനായി പോകും. നിരാശൻ അള്ളാഹുവിലല്ല നിരാശനാവുന്നത്, സങ്കടത്തിലായി പോകുന്ന
ഒരു രക്ഷിതാവിനെ നമ്മൾക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ രക്ഷിതാവ് തന്നെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി എന്ന് തുടങ്ങുന്ന സൂറ അൽ ബഖറിൽ ഒരു ഭാഗമുണ്ട്. യാക്കൂബ് നബി അന്തിമഘട്ടത്തിൽ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആർക്കാവും എനിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കാവും ജീവിതം സമർപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, താങ്കളുടെ പിതാവിൻ്റെ ഒക്കെ റബ്ബായ അള്ളാഹുവിനായിരിക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുക എന്നുള്ളത്. അതിനാൽ മക്കളെ ചൊല്ലി നിരാശരാകുന്നതിന് പകരം ഇങ്ങനെ അവർ തിരിച്ചു വരാൻ വേണ്ടുന്ന ഒരു സന്ദർഭം ഒരുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ അവരുടെ കൗമാരകാലത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ തുടക്കത്തിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മറിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെയായി ജീവിതത്തിൻ്റെ ഒരു തിരിഞ്ഞു നോട്ടത്തിനുള്ള സമയം വരുമ്പോൾ തിരിഞ്ഞു നടക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കാൻ പറ്റുന്ന നന്മയുടെ കേന്ദ്രമായി നമ്മളുണ്ടാവണം, നമ്മുടെ വീടുണ്ടാവണം എന്നുള്ളതാണ് രക്ഷിതാക്കൾ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കഴിഞ്ഞാൽ പടച്ചവൻ നമ്മോട് പറഞ്ഞതുപോലെ തന്നെ കൺകുളിർമയുള്ള മക്കളെ കണ്ടുകൊണ്ട് മനസമാധാനത്തോടുകൂടി മരിച്ചു പോകാൻ കഴിയുന്നൊരവസ്ഥയിൽ നമ്മളെത്തും. അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.